സാർ. ഓക്കെ സാർ. സാർ എല്ലാം സെറ്റാണ്. ഞാൻ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. സാർ ഓക്കെ. പിന്നെ IT കമ്പനികളൊക്കെ ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. 2 കാലെടുത്ത് വെച്ച് എത്തും. സാർ. ഓക്കെ സാർ. എല്ലാം റെഡിയാക്കാം സാർ. ശരി. നോക്കിക്കോ. പുതിയ ഗസ്റ്റാ? അളിയാ ഗസ്റ്റോ? തിമിംഗലം. പിന്നെ അല്ല കിടുക്ക് ഏതോ ഹൈ ക്ലാസ് ബിസിനസ്മാൻ ആണ്. കുറച്ച് ഓവർ അല്ലേ? കുറച്ചോ? അപ്പൊ ബാക്കി അവിടെ പോയി. അതെ ഈ പറഞ്ഞത് കണ്ട ആപ്പിയൊന്നുമല്ല, ബിസിനസ് മാഗ്നറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളവർ നമ്മൾ ഡീൽ ചെയ്യുമ്പോ കള്ളിമുണ്ടും കയ്യിൽ കൊടുത്തോണ്ട് വെക്കാനൊന്നും പറ്റില്ല. സ്റ്റാൻഡിൽ നമ്മൾ കീപ്പ് ചെയ്യണം. മിനിമം അത്രയെങ്കിലും വേണം. ഇതല്ലേ വന്ന് ലോട്ടറി അടിച്ചു. ഇവനാണോ നീ പറഞ്ഞ ഗസ്റ്റ്? തിമിംഗലം ആയിരിക്കൂല. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. തന്നോളൂ, ബൊക്കന്നോളൂ, മാല ഇട്ടോളൂ. അല്ല തന്നോളൂ. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആ ബിസിനസ് മാഗ്നറ്റ് ഞാനാണ്. ഇവിടുത്തെ റൂം ബുക്ക് ചെയ്തില്ല, അതും ഞാനാണ്. തന്നോളൂ, പഠിച്ചേക്കണ്ട. മാല ഇട്ടോളൂ. താങ്ക് യു. നിനക്കിവിടെ റൂമൊന്നുമില്ല? അതെന്താ റൂം ഇല്ലാത്തത്? ഞാനല്ലേ ഇവിടെ റൂം ബുക്ക് ചെയ്തത്, അപ്പൊ എനിക്ക് റൂം തരാം. നിനക്ക് അവിടെ റൂമില്ല, അവിടെ ഇരുന്നാ പോരായോ? അല്ല, അവിടെ ഇരുന്നാൽ ബിസിനസിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെ ആകുമ്പോ നല്ല ആൾക്കാർ, നല്ല വെളിച്ചം, നല്ല അന്തരീക്ഷം, നല്ല ഫുഡ് എല്ലാം ഉണ്ടല്ലോ. ഇത് മതി. എന്തായാലും നോക്കിയിരിക്കുന്നേ, റൂമില്ലേ? എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഇവിടെ റൂമില്ല. ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടില്ല വന്നത്, അപ്പൊ റൂം എനിക്ക് തരണം. അല്ലേ അളിയാ? അതല്ലേ ന്യായം? ന്യായം അതൊക്കെയാണ്, പക്ഷെ നിനക്ക് ഇവിടെ മുറിയില്ല. അപ്പൊ നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഡൾ ആണെന്ന് എനിക്കറിയാം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ 250 ഫോളോവേഴ്സ് ഉണ്ട്. അതിന് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാം, റീൽ ചെയ്യാം, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വൈറലാക്കാം. എങ്ങനെയുണ്ട്? ശിവു മോനെ, നിനക്ക് ഇവിടെ റൂം ഇല്ല. അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണല്ലോ വന്നത്, അപ്പൊ എനിക്ക് റൂം തരണം. തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലായിടത്തും സോഷ്യൽ മീഡിയ ഇടും, നിങ്ങളെ നാറ്റിക്കും. നീ എവിടെ ഇടും? സോഷ്യൽ മീഡിയയിൽ. കാണോ? അതെ, ഒന്നാമത് ബുദ്ധിയില്ലാത്ത പയ്യനെ. സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഇവ റിവ്യൂ ഇട്ടാണ്ടല്ലോ സകലതും പൊളിയും. പിന്നെ ഇവൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാ വന്നേക്കണേ. നൈസായിട്ട് പറഞ്ഞു. അപ്പോ എന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? കേശു. ഞാനളിയാ. എനിക്ക് ഈ തിമിംഗലത്തിനെയൊന്നും ഡീൽ ചെയ്തേ വലിയ പരിചയമില്ലല്ലോ. അല്ല, എന്താ തിമിംഗലത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? ഉച്ചക്ക് തിമിംഗലമാണെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ, എനിക്ക് അലർജിയാ. അല്ല, ശിവക്കുട്ടി ഇവിടെ ഇല്ലേ? ശിവാനി കുട്ടിയല്ലേ? അവള് ഉറങ്ങാണ്. പാവം, ഉറങ്ങിയോട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, കാണാം. അല്ല കേശു, നീ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയാണോ ഈ ടൈ ഒക്കെ കെട്ടി നിൽക്കുന്നത്? കൊള്ളാം, നല്ല മെനയായിട്ടുണ്ട്. ജോലിയോടുള്ള ആത്മാർത്ഥത നല്ലതാണ്. വെച്ചോ, മടിക്കണ്ട, വാങ്ങിച്ചോ.
നിറഞ്ഞ മനസ്സോടെ തരണ. ചായ കുടിക്ക്. വാങ്ങിച്ചു വന്ന് വേണമെങ്കിൽ ഒരു വടയും കഴിക്കും. ബാക്കി പൈസ സേവ് ചെയ്ത്. ബൈ ദ ബൈ, എന്റെ റൂം എവിടെ? അവിടെയാണ്. കേശു പെട്ടി എടുക്ക. വേണമെങ്കിൽ എടുത്തോണ്ട് പോടാ. ചുമ്മല്ല നിങ്ങൾ ബിസിനസ് രക്ഷപ്പെടാത്തത്. കസ്റ്റമർ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. കേശു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. കസ്റ്റമറാണ് നമ്മുടെ രാജാവ് എന്നുള്ള രീതിക്ക് വേണം അവരോട് നമ്മൾ പെരുമാറാൻ, കേട്ടോ? അതുകൊണ്ട് പെട്ടിയെടുക്ക്. എന്നെ കൊടുക്കാൻ വയ്യ. நான் செய்ய மாட்டேன். എടുക്ക്, പോവാം. നടയുടെ എന്നാ കോൾ മീ സാർ. നട സാറേ. ഒന്നുമില്ല, വെറുതെ വരൂ വരൂ വരൂ. എ സി ഇല്ലേ? എ സി ഞാൻ കൂളർ സെറ്റ് ചെയ്ത് തരാം. വരൂ വരൂ വരൂ. ഇതെന്താണ് എല്ലാരും മരണ വീട്ടിൽ നിക്കണ പോലെ നിക്കണേ? പിന്നെ എങ്ങനെ നിക്കണം മോനെ? എന്നാലും ഇത് വല്ലാത്തൊരു ടേസ്റ്റ് ആയി പോയി. ആ ശിവാനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേ. യവനെ എങ്ങനെയുണ്ട് നിന്റെ തിമിംഗലം ബിസിനസ് മാഗ്നറ്റ്? തിമിംഗലത്തിന്റെ തേങ്ങ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല എന്റെ പൊന്നളിയാ. അവന് 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 റൂമിന് വിട്ടു പോരണം. അവന് വിട്ട് അവന്റെ ബൊക്കെ തട്ടണമെന്ന്. എന്താ പിന്നെ പിന്നെ റൂമില് സ്മെല്ലാണ്, ചൂടുവെള്ളം വേണം. ഈ ശാമ്പ്രാണി തിരി കത്തിച്ച് വെക്കേ റൂമില്. കത്തിച്ച് വെക്കടാ. കത്തിച്ച് വെക്കണുണ്ട്. ഞാൻ വെക്കണുണ്ട്. അങ്ങനൊന്നും പറഞ്ഞൂടാ, അവൻ നമ്മുടെ ഗസ്റ്റ് ആണ്. പല പ്രതിസന്ധി വരും. നമ്മൾ എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യണം? டேய் நம்ம ஃபுட் கொடுக்க வேண்டாமா? என்ன நீங்க எல்லாரும் என்ன முறைச்சு பாக்குறீங்க? நான் என்னோட டியூட்டி சொன்னேன். கெஸ்ட் தானே, கரெக்ட் டைமுக்கு சாப்பாடு கொடுக்கணும்ல. പിന്നെ അളിയാ, നീ തന്നെ ഈ സാറിന്റെ എല്ലാ കാര്യവും നോക്കണം കേട്ടോ. ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അവൻ എടുത്തുകൊണ്ട് പാറോടെ കളഞ്ഞല്ല. എടാ സഹിച്ചേ പറ്റൂ, ഗസ്റ്റ് അല്ലേ. നിനക്കവൻ പിന്നെ ടിപ്പ് തന്നാടാ. തന്ന് എങ്ങനെ മനസ്സിലായി? ഊഹിക്കാലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇങ്ങനെ ടിപ്പുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാലും നിന്റെ ഒരു ഗതികേടെ അവന്റെ കയ്യിൽ നിന്ന് ടിപ്പൊക്കെ മേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഇച്ചിരി ശോകമാണ്. എവനെ കൊന്നാലും വേണ്ടില്ലേ ഞാൻ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? എനിക്ക് ഫുഡ് തരാൻ. ഐ ആം ആംഗ്രി. അങ്ക്രീന് നേരെ പറയാറിയാത്ത വേട്ടാവളിന്റെ കയ്യിൽ നിന്നാണല്ലോ ദൈവമേ ഞാൻ ടിപ്പ് മേടിച്ചു. എന്തോടാ പറഞ്ഞേ? അവന് വിശക്കണമെന്ന്. അളിയാ, ഞാൻ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത് നീ ചെയ്. ഹലോ, ഐ ആം ആംഗ്രി. കൊണ്ടുവരുന്നുണ്ട് സാർ. ആ ഫുഡ് റെഡി. ജസ്റ്റ് എ മിനിറ്റ്. ജസ്റ്റ് മിനിറ്റ്. എന്താ സാധിക്കണ്ടേ? എന്തേ കൊള്ളൂലേ? ഷിബു സാറേ, സാറിട്ടിരിക്കുന്ന ചെരുപ്പേ എന്റെയാ. വെറുതെ അല്ല, ഒരു വള്ളം പോലെ ഇരിക്കുന്നു. ഞാൻ ചെരുപ്പെടുക്കാൻ മറന്നുവേണ്ട, പോകുമ്പോ തിരിച്ചുതരാം. മാനേജർ, ഞാൻ തന്ന മനു ഒക്കെ റെഡിയല്ലേ?
നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു മനുവല്ല മെനു ഒന്ന്. ഞാൻ പറഞ്ഞ ഫുഡൊക്കെ റെഡി ആയില്ലേ? ഫുഡൊക്കെ റെഡി. സാറി നല്ല മണം. കനകാന്റി ഉണ്ടാക്കിയതാ അല്ലേ? ഹോംലി ഫുഡല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ കനകാന്റിക്ക് ഒരു കാര്യമുണ്ടല്ലേ? എന്താ ടിപ്പ്? ആ മണം കേട്ടപ്പോഴേ വിചാരിച്ചു കനകാന്റി ഉണ്ടാക്കിയത്. പിടിക്കൂ, മടിച്ചിരിക്കണ്ട. എന്റെ നല്ല പൂത്ത പൈസ അല്ലേ, പിടിക്കൂ. കടയിൽ നിന്ന് മേടിച്ചേടാ. കട എന്നാലും കുഴപ്പമില്ല, പിടിച്ചോളൂ. ഞാൻ മനസ്സറിഞ്ഞ് തരുന്നല്ലേ, വാങ്ങിച്ചോളൂ. നല്ല ഫുഡാ. കീപ് അമ്മുമ്മേ സുഖമല്ലേ? അല്ല, ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നേ? ഓ, ശിവാനിക്കുട്ടി ഉറങ്ങുന്ന ഇവിടെ ആയിരിക്കും അല്ലേ? അതെ 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 അമ്മുമ്മേ, വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ ഒരാൾ മാത്രം അങ്ങനെ മാറിക്കിടന്ന് ഉറങ്ങുന്നത് ശരിയാണോ? അല്ല, ശരിയാണോ? ആണോ? അല്ല, അമ്മുക്കുട്ടി കിടിലല്ലേ, അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഓ ആയിക്കോട്ടെ. ആ ശരി ശരി. അപ്പൊ ഇതാണ് നമ്മളെ ഫുഡ് അല്ലേ മാനേജർ? അതെ 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 അതെ. എല്ലാരും ഇരിക്കും, നമുക്ക് കഴിക്കാം. ഒറ്റ പ്ലേറ്റ് വേണം. ഞാൻ പറഞ്ഞതാണോ എല്ലാരും കൂടെ ഒന്നിച്ചിന്ന് കഴിക്കാന്ന്? കുഴപ്പമില്ല സാർ, നമ്മൾ പിന്നെ കഴിച്ചോളാം. സാർ ഇരി. അല്ലെ, എന്റെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിന്ന് കഴിക്കാന്നായിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹം നമ്മൾ കുറച്ച് കഴിഞ്ഞ് മാറി ഇരുന്ന് കഴിക്കാം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഗ്ലാസ് ഔട്ട് ഇരിക്കട്ടെ. മാനേജർ കൈ മടക്കൂ. കൈ ഓടിക്കാനല്ല, കൈ മടക്കാൻ. മടക്കാം. മതി 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 മടക്കിയത് മതിയേ. ഇത് ചിക്കൻ കറി, ഇത് പൊറോട്ട, ഇതെന്താ ബീട്രൂട്ട് ജ്യൂസോ? കളർ കണ്ടപ്പോ. ഓക്കെ, അപ്പം ഒരെണ്ണത്തിൽ തുടങ്ങാം അല്ലേ? ഞാനാണോ സെർവ് ചെയ്യേണ്ടത്? നിങ്ങളല്ലേ സെർവ് ചെയ്യേണ്ടത്? മാനേജർ സെർവ് ചെയ്യൂ. ഞാൻ സെർവ് ചെയ്യണം. അതെ അതെ അതെ. ഇങ്ങനെയാണ് മടക്കി വെക്കൂ. ഒരെണ്ണം മതി. മടക്കി. ഓക്കെ. ഒരെണ്ണം കഴിച്ച്. ഇതെന്താ അത്തപ്പൂക്കളോ? സാർ ഞങ്ങളുടെ ഡിസൈനാ. ഓക്കെ ഓക്കെ ഓക്കെ. ചിക്കൻ കറി. ചിക്കൻ കറി ആവട്ടെ. തട്ടിക്കളെ റേവ. അയ്യോ, രാത്രിത്തേക്ക് നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ല, സാറിനെ രാത്രി ഡിന്നർ എന്താ കഴിക്കാൻ വേണ്ടേന്ന്? സാറിന് വേണ്ട ഫുഡിന്റെ ലിസ്റ്റ് സാറ് നേരത്തെ തന്നിട്ടുണ്ട് അല്ലേ സാറേ? ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാതെ അച്ഛൻ വെള്ളം ഇതിലോട്ട് ഒഴി, കുടിക്കട്ടെ. മതി 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 മതി, കുറച്ച് വെള്ളം മതി. ഇത്രയും കഴിക്കട്ടെ. കൊല്ലാൻ നോക്കുന്നുള്ള സാർ. അല്ല കുഴപ്പമില്ലല്ലോ. ഇല്ല. നല്ല സൂപ്പർ ഫുഡ്, അടിപൊളി. അപ്പൊ എനിക്ക് മതി, ഞാൻ ഇരിക്കട്ടെ. സാർ എങ്ങോട്ട് പോണ്? കിടക്കാൻ. അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല സാർ, അവിടെ ഇരി. ഇവിടെ ഒരു റൂളുണ്ട്. എന്ത് റൂള്? റൂളുണ്ട്. എന്താ മാനേജർ? അളിയാ, ഇവിടെ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, സാറിന് മാത്രം കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ. അതുകൊണ്ട് സാറ് മൊത്തം കഴിച്ചിട്ടെ എണീറ്റാ മതി. മൊത്തം എനിക്ക് വേണ്ട, ഇനി വയറ് നിറഞ്ഞില്ലേ, മതി. അയ്യോ സാറേ, ഇവിടുത്തെ റൂളാ, മൊത്തം കഴിച്ചിട്ട് എണീക്കാവുള്ളൂ. വയറും വിത്തല്ലോ ഇനിയിപ്പോ. സാറേ, റൂൾ ഈസ് റൂൾ സാറേ, കഴിച്ചേ പറ്റുള്ളൂ. നീ മതി, കഴിച്ചേ പറ്റുള്ളൂ. അളിയാ, സാറ് കഴിക്കണം. സാറ് കഴിക്കില്ലേ? കഴിക്കാം.
ഇത് മതി 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 ഇത് മതി. ഇത് കഴിച്ചാ മതിയല്ലോ. ഇത് കഴിച്ചാ പോരല്ലോ, പിന്നെ ഇതും കഴിക്കണം. ചേച്ചി ബാക്കി എത്ര ഇരിക്കണ ഇനി പൊറോട്ട? ഒരു 10-12 കാണും. 12. ഇത് കഴിച്ചു കഴിയുമ്പോ സാർ അതിലോട്ട് വരും. സാറ് പീസ് കഴിക്കണേ. ഇത് മതി മതി. ബാക്കി ചിക്കൻ കറി ഇനി ഇരിപ്പുണ്ട്. എന്തിനു കുളിക്കാനാ? കഴിക്കാൻ. ഗസ്റ്റ് കഴിക്കാണ്ട് സാറ് ഇവിടെ നിന്ന് എണീക്കില്ല. കഴിക്കാം. എന്താടാ അയ്യാ അവൻ അയ്യപ്പറാ. അയ്യാ അവനുണ്ടല്ലോ അവൻ, ആ ശിവു, അവനെ ഞാൻ വല്ല ചെയ്യും. ആ വേട്ട അവനെ ഇപ്പൊ എന്റെ അടുത്ത് എന്തോ പറഞ്ഞറിയൂ, അവന് കുളിക്കണം, ഞാൻ വെള്ളം തിളപ്പിച്ചു കൊടുക്കണോന്ന്. പിന്നെ കൊടുക്കണ്ടേ, അവൻ നമ്മുടെ ഗസ്റ്റ് അല്ലടാ. വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടേ താറാന ചൂടുവെള്ളത്തിൽ മുക്കി എടുക്കുമ്പോൾ എടുക്കും ഞാൻ. അല്ലയാ ഇനി അവനിവിടെ നിർത്താൻ പറ്റൂല. അവൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും. അളിയാ അങ്ങനെയാണെങ്കിലേ ഒരു പരിപാടി ഉണ്ട്, ഇച്ചിരി തറപ്പരിപാടിയാ. അവനതൊക്കെ മതി. വന്നിട്ട് ഇത്രയും സമയം എന്നിട്ട് ശിവാനി ഉറക്കണിച്ചില്ല. ഇതെന്തിനു ഉറക്കണു ഈ കൊച്ച്? റൂമിൽ പോയി നോക്കിയാലാ? വേണ്ട, ക്യാഷ് ഉണ്ടെന്നുള്ള ഐഡിയൊക്കെ മാറ്റി പിടിക്കേണ്ടി വരും. സമയമുണ്ടല്ല, നോക്കാം. അളിയാ ഈ പെണ്ണ് കാണാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല സത്യം പറഞ്ഞു. അതെന്താളിയാ? എന്റെ ഒരു ഫ്രണ്ടേ അവൻ പെണ്ണ് കണ്ടത് 89 പെൺപിള്ളാരെ. എത്ര? 89. 89? ആന്ന്. അവനിപ്പൊ പെണ്ണ് കെട്ടാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവൻ പറയുന്നത് എന്താണെന്നറിയോ? അവന് 11 പെൺപിള്ളാരെയും കൂടെ കാണണമെന്ന്. അതെന്ത്? അതാവുമ്പോ സെഞ്ചുറി അടിക്കുമല്ലോ. ഇവിടെ ഒരു ഗസ്റ്റ് ഉള്ള കാര്യം മറന്നുപോയി. അയ്യോ സോറി സാർ, നമ്മളെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ച് ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിച്ചു പോയി സാർ. നിങ്ങൾ സംസാരിച്ചോളൂ, എനിക്ക് ശല്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചോളൂ. ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കാം. വേണ്ട, മാറിയിരിക്കണ്ട. നിങ്ങൾ എന്ത് കാര്യമാണ് സംസാരിച്ചോണ്ടിരുന്നത്? ഞാനും കേക്കട്ടെ. എന്നാ സാർ ഇരിക്കാം. നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത്? നമ്മള് സംസാരിച്ചോണ്ടിരുന്നത് അളിയാ പറഞ്ഞാലേ, അളിയൻ ലക്ഷ്യ പെണ്ണ് കാണാൻ വന്നല്ലോ. അത് അളിയന്റെ എത്രാമത്തെ പെണ്ണ് കാണലായിരുന്നു? എന്റെ ഒന്നാമത്തെ പെണ്ണാണല്ലേ സെറ്റായ? ലോക്ക് ചെയ്തില്ലേ? കണ്ട് പഠിക്കേ. അല്ല, എന്നോട് കണ്ട് പഠിക്കേ. പ്രശ്നമൊന്നും അല്ല. പിന്നെന്തായിരുന്നു പ്രശ്നം? പെണ്ണ് കണ്ട് പോയ ശേഷമേ എനിക്ക് ഭയങ്കര ആഗ്രഹം ലച്ചൂസിനെ ഒന്നുകൂടെ കാണണമെന്ന്. അത് വരും. പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഗ്രഹം വരും. അങ്ങനെ കൊറേ ആഗ്രഹമായപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നു വണ്ടി എടുത്ത് വന്ന്. എന്നിട്ട് വണ്ടി എടുത്ത് വന്ന് ലച്ചൂസിനെയൊക്കെ കണ്ട് തിരിച്ചു പോകാൻ നേരത്ത് വണ്ടി എടുത്തപ്പോ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ടാക്സി വിളിച്ച് തിരിച്ചു പോകാറുണ്ട്. എടാ പഴയ കാലമല്ലേ, അന്ന് ടാക്സി ഇല്ലല്ലോ. അപ്പൊ വല്ല ഹോം സ്റ്റേ വല്ലതും സെറ്റപ്പ് ഇതേപോലെ? അന്നത്തെ കാലത്ത് ഇതുപോലെ ഹോം സ്റ്റേ ഒന്നും ഈ ഏരിയയിലില്ല. എടാ മണ്ട, ഇവിടെ അന്ന് ഹോം സ്റ്റേ തുടങ്ങിയിരുന്നെങ്കിലേ ആളിന് വന്ന് കണ്ട് ഇവിടെ താമസിച്ച് എന്നിട്ട് രാവിലെ അടിച്ച് പോകാറുന്നല്ല. എന്ത്? അത് പറ്റൂലായിരുന്നു. എന്ത്? അമ്മൂമ്മയല്ലേ അളിയാ പറഞ്ഞേ? അമ്മൂമ്മ പറഞ്ഞു അത് പറ്റൂല. അമ്മൂമ്മ പറഞ്ഞേ പറ്റൂ. ചിലപ്പോഴേ പഴയ ആൾക്കാരെ കാണല്ലോ, അവര് വല്ല അതിവിടെ അത് പോട്ടെ. അമ്മൂമ്മ എന്ത് പറഞ്ഞു? അത് സംഭവം എന്താന്ന് വെച്ചാ സാറേ, നമ്മളെല്ലാരും അമ്മൂമ്മ അടുത്ത് പറഞ്ഞ് പോട്ട് അളിയൻ വന്ന് എന്തായാലും പെണ്ണൊക്കെ കണ്ട് ഉറപ്പിച്ചതാണല്ലോ, ഭാവിയില് കെട്ടിച്ചു കൊടുക്കാനുള്ളതാണല്ലോ, അളിയൻ താമസിച്ചിട്ട് പോക്കോട്ടെ, കുഴപ്പമില്ലല്ലോ എന്ന്. അമ്മൂമ്മ സമ്മതിക്കണില്ല.
കാര്യം പറയാം. നമ്മൾ അമ്മൂമ്മ എടുത്ത് ചോദിച്ച് അതെന്താ അമ്മൂമ്മ സമ്മതിക്കാത്തേന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞു? മക്കളെ എന്റെ 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 ഒരു വിശ്വാസം അതാണെന്ന് പറഞ്ഞു. അത് അതായത് അമ്മൂമ്മയുടെ വിശ്വാസം എന്താന്ന് വെച്ചാല്, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണിന്റെ വീട്ടില് ആ കൊച്ചിനെ കെട്ടാൻ പോണ ചെക്കൻ വന്നൊരു രാത്രി താമസിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടക്കൂല. ഒന്നുകൂടെ ക്ലിയർ ചെയ്യണോ? അതായത് എന്നെ വെച്ച് പറ, അല്ലേ അങ്ങനെ കമ്പയർ ചെയ്യാം. നമ്മുടെ അളിയൻ ലച്ചു ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നു, ഉറപ്പിച്ചു പോയി പിന്നെയും കാണാൻ വന്നു. അന്ന് രാത്രി അളിയൻ ഇവിടെ കിടന്നായിരുന്നു എങ്കിൽ ഇവിടെ കല്യാണം നടക്കൂല. അന്ന് ഞാൻ പോയ കൊണ്ട് എന്താ ഇന്ന് എനിക്ക് എന്റെ ലച്ചൂസിനെ കിട്ടിയില്ലേ? കിട്ടിയല്ലേ? കിട്ടി. ആ സംഭവേ നമ്മൾ അമ്മൂമ്മ എടുത്ത് ചോദിച്ചു, ഇതിലൊക്കെ വലിയ സത്യസന്ധത ഉണ്ടോ അമ്മൂമ്മ? ചോദിക്കണമല്ലോ. പിന്നെ നമ്മള് ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ അമ്മൂമ്മ എന്തോ പറഞ്ഞെന്നറിയൂ? അതാ എനിക്കറിയണ്ട. അപ്പൊ അമ്മൂമ്മ എന്ത് പറഞ്ഞു? ഒരു 350 370 കല്യാണം ഇതേ ഒറ്റ റീസൺ കാരണം മുടങ്ങിപ്പോയത്. 370 എന്നൊക്കെ വിശ്വസിക്കേണ്ട കാര്യം കേട്ടാ. അളിയോ എങ്കിൽ പിന്നെ നമുക്ക് സാറിനുള്ള രാത്രിത്തേക്കുള്ള ഫുഡിന്റെ കാര്യം നോക്കിയാലോ? സാറിനുള്ള നൈറ്റ് മെനു ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. അളിയൻ കല്യാണത്തിന് മുന്നേ ഇവിടെ നിന്നിരുന്നെങ്കിൽ കല്യാണം നടക്കാതെ പോയെന്ന. അപ്പൊ ഞാൻ ഇവിടെ നിന്ന ശിവാനിയെ കിട്ടൂല എനിക്ക്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അതെ കേശു, ലച്ചേച്ചി, കേശുവേ. തീർന്നില്ലേ ഇത്? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അതെ, ഞാൻ പോവുകയാണേ. എവിടെ പോണ്? അല്ല അത് പിന്നെ ചെന്നൈയില് ലോഡ് വന്നിരിക്കണം, അത് വേഗം ഇറക്കി വെക്കണം. രാത്രി ആവാറായില്ലേ? ഇനിയിപ്പോ നാളെ പോവാം. അതാ പ്രശ്നം, നേരത്തെ അത് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഒരുപാട് കാശ് ചെലവാക്കിയതല്ലേ, നാളെ പോയാ പോരെ? അത് നാളെ പോയാ പോരാ, ലോഡ് ഇറക്കി വെച്ചില്ലെങ്കിൽ ആരെങ്കിലും അടിച്ചോണ്ട് വെക്കളെ. നൈറ്റ് ഞങ്ങൾ ഫുഡെല്ലാം റെഡി സെഞ്ച് വെച്ചിരിക്കോ. അത് കുഴപ്പമില്ല, നിങ്ങൾ എല്ലാം കൂടെ പങ്കിട്ട് കഴിച്ചു. എനിക്ക് വേണ്ട അല്ല സാറേ അങ്ങനെ പോയല്ലോ. സാർ എന്തായാലും ഇത്രയും ഒക്കെ നിന്നല്ലേ, ഒരു കാര്യം ചെയ്യും, വെളുപ്പിനെ പോവാ നാളെ. വേണ്ട, വെളുപ്പിന് പോയാൽ ശരിയാവില്ല. ലോഡ് ഞാൻ തന്നെ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഇറക്കി വെക്കണം, അതല്ലെങ്കിൽ. ഓ ശരി. എന്തായാലും അമ്മൂമ്മ, സാറ് ഇത്രയും കാര്യമായിട്ട് പറയുന്നുണ്ട്. അതെ ബാക്കി പേയ്മെന്റ് തന്നിട്ട് ബാക്കി പേയ്മെന്റ് അതിന് ഞാൻ താമസിച്ചില്ലല്ലോ. താമസിച്ചാലും താമസിച്ചില്ലേലും റൂമിന്റെ പേയ്മെന്റ്, ഹോം സ്റ്റേയുടെ പേയ്മെന്റ് തരണം. ഫൈനും ചേർത്ത്. ഫൈനാ? എന്തിനാ ഞാൻ ഫൈനായിരുന്നു? ഫൈനും ചേർത്ത് തന്നേ പറ്റുള്ളൂ. അതെന്തിനാ ഞാൻ ചോദിച്ചത്? കുട്ടാപ്പി സാറേ, ഒരു ഹോം സ്റ്റേ നമ്മൾ എടുക്കുമ്പോ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ചു നോക്കണം. അത് സത്യം പറഞ്ഞാലേ ഞാൻ തിരക്കിനിടയിൽ ഇങ്ങനെ വന്നപ്പോഴേ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കാൻ വിട്ടുപോയി. ഇനി വായിച്ചു നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി വായിച്ചു നോക്കാം, നമ്മളപ്പോ സുഹൃത്തുക്കളായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ. സാറിനെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം താമസിക്കാതെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ 5000 രൂപ ഫൈനായിട്ട് തരേണ്ടതുണ്ട്.
ഫൈനോ? 5000 രൂപ തന്നാൽ സാറിന് പോകാം. തന്നില്ലെങ്കിലോ? ഞാനിവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കും. ഇവിടുത്തെ SI അറിയാലോ. സിമ്പിൾ. ഓൺലൈൻ. വാ, 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 വാ. വാ. 4850. ബാക്കി 150 ഓർഡർ. 150 പിന്നെ 2 വട്ടം നിനക്കും 1 വട്ടം ആന്റിക്കും ടിപ്പ് വന്നില്ലേ 50 വെച്ച്, അതിൽ കുറച്ചോ? വേണ്ട. എന്റെ ചെരുപ്പ് ചെരുപ്പ് അവിടെ വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ശരി എന്നാ. അതെ, ശിവാന്റെ അടുത്ത് പറയണേ ഇത്രയും നേരം റൂം അടച്ചിട്ട് കിടന്ന് ഉറങ്ങല്ലെന്ന്. പറയാം. കേട്ടാ? അപ്പൊ ശരി, ഇതുവഴി അങ്ങ് പോവാ. ശിവാനി ചെന്നൈയിലാടാ മണ്ട. നമ്മളോടാ അവന്റെ കളി.